ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചൊരു PG വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചത്. അവിടെ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങള് എല്ലാ മെഡിക്കൽ കോളേജുകളും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ള എന്റെ ഒരു തുടക്കം പദ്ധതി ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ, അടിപൊളിയാണ്. ആ മെഡിക്കൽ കോളേജിലെ കാടുകളൊക്കെ വെട്ടിത്തെളിയിച്ചപ്പോ ഒരു പാമ്പ് രക്ഷപ്പെട്ട് ഒരു കാറിന്റെ ടയറിന്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. PG വിദ്യാർത്ഥിനി വന്ന് കാറിൽ കയറുന്നതിന് മുമ്പ് അതിന്റെ മേത്ത് ചവിട്ടി. പാമ്പിനെ ചവിട്ടിയാ തിരിച്ചു കൊത്തുമല്ലോ, അങ്ങനെ കൊത്തിയതാണ് സാർ. അല്ലാതെ അങ്ങ് ഉദ്ദേശിച്ച പോലെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് വെച്ച് ഒരു ഡോക്ടറെ പാമ്പ് കൊത്തിയിട്ടില്ല. എങ്ങനെയുണ്ട്? പോരെ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതേ മനുഷ്യൻ ഒരിക്കൽ നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത്, അന്ന് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത്, കൊറോണ എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ അത് ഗംഭീരമായിട്ട് ആളുകളെ കൊന്നുകൊണ്ട് വരും എന്ന് ഉറപ്പുണ്ടായിരുന്ന സമയത്ത്, ആ കൊറോണയെ ചെറുക്കാൻ നമ്മൾ എന്തൊക്കെ തീരുമാനം എടുക്കണമെന്ന് മന്ത്രിസഭയിൽ അന്നത്തെ ശൈലി ടീച്ചറൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് കൊറോണയൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന്, അത് നല്ല ചൂട് വന്ന് അങ്ങോട്ട് പോയിക്കോളും, നല്ല ചൂടത്തൊന്നും കൊറോണയ്ക്ക് നിൽക്കാൻ പറ്റൂല, നമ്മൾക്കൊക്കെ കേരളം നല്ല ചൂടുള്ളല്ലേ, ഇത് ചൈനയിൽ നിന്ന് എങ്ങോട്ടോ വരുന്ന സാധനമാണ് എന്ന് പറഞ്ഞ മനുഷ്യനാ. പ്രാർത്ഥിച്ചോളി. നല്ലതുപോലെ നമുക്കൊക്കെ എന്ത് ചെയ്യുന്നു, മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചോളി. എന്തിന്? കൊറോണ പോലെയുള്ള പാൻഡമിക് ഒന്നും കേരളത്തിൽ വരുതല്ലേന്ന്. നോക്കൂ, ഒരു ഹോസ്പിറ്റലിനകത്ത് വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ, ഒരു ഡോക്ടറെ, അവിടെയുള്ള ഒരു ഡോക്ടറെ പാമ്പ് കടിച്ചു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പാമ്പ് വന്ന് കടിച്ചതല്ല, പാമ്പിനെ ചവിട്ടിയപ്പോ തിരിച്ചു കടിച്ചതാണെന്ന്. എങ്ങനെയുണ്ട്? ഗംഭീരത്രല്ലേ? അല്ലെങ്കിൽ പിന്നെ പാമ്പ് കാത്തിരിക്കുകയാണല്ലോ. ഇന്നൊരു ഡോക്ടർ വരാണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു നഴ്സ് വരാണ്ട്, ഇതാരാ ഡോക്ടറാണോ, മാറിക്കൂ, എനിക്ക് നഴ്സിനാണ് കൊത്തേണ്ടത് എന്ന് പറഞ്ഞ് പാമ്പ് കാത്തിരിക്കുകയാണല്ലോ. നോക്കൂ, എന്ത് മറുപടിയാണ് ഒരു ആരോഗ്യമന്ത്രി ഇന്ന് നമുക്ക് കിട്ടേണ്ടത്? ഒരാൾ എഴുതിയിരിക്കുന്നത് ഒരു വാഴക്കുലയിൽ 1-2 പഴമൊക്കെ പാഴായി പോകും. എങ്ങനെയാണോ 102 എണ്ണവും പാഴായി പോകുന്നത് എന്നൊക്കെ ഭയങ്കര രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് പണ്ടത്തെ വേറെ ഡയലോഗ് ഉണ്ടായിരുന്നു. പുസ്തകം വൈകിയതിനെ പറ്റിയിട്ട് പണ്ട് റബ്ബിനോട് അങ്ങ് ചോദിച്ചപ്പോൾ റബ്ബ് പറഞ്ഞത് പുസ്തകം വൈകിയതല്ല, ഓണം നേരത്തെ എത്തിയതാണ് എന്നൊരു മറുപടി പണ്ട് നമ്മൾ കേട്ടായിരുന്നു. എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്നത് പാമ്പിനെ ചവിട്ടിയ വിദ്യാർത്ഥിനില്ലേ, ഡോക്ടറാ വിദ്യാർത്ഥിനാരോ, അവർക്കെതിരെ കേസെടുക്കണം. അത് വനം വകുപ്പ് തന്നെ നേരിട്ട് കേസെടുക്കണം. തീർച്ചയായിട്ടും ഇത് ശരിയായ പരിപാടിയല്ല. കാരണം വളരെ സ്വസ്ഥതയോട് കൂടിയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ഏകദേശം ഒരു വീടാക്കിയിട്ട് അവിടെ സ്വസ്ഥമായി കുത്തിയിരിക്കുകയായിരുന്നു ആ പാമ്പ്. ഒരാവശ്യമില്ലാതെ ആ പാമ്പിനെ പോയി ചവിട്ടിയ വിദ്യാർത്ഥിനിക്കെതിരെ, അല്ലെങ്കിൽ ഡോക്ടറാണെങ്കിൽ ആർക്കാണ് കൊത്തുകൊണ്ടത് അവർക്കെതിരെ വനം വകുപ്പ്, പാമ്പ് വനവുമായി ബന്ധപ്പെട്ട സാധനമാണെന്നാണല്ലോ വെപ്പ്. അപ്പൊ തീർച്ചയായിട്ടും വനം വകുപ്പ് കേസെടുക്കണമെന്നേ. ഇപ്പൊ എന്തായാലും എല്ലാവർക്കെതിരെ കേസെടുത്തോണ്ടിരിക്കില്ലേ, അപ്പൊ പിന്നെ അവർക്കെതിരെ കേസെടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോ പാമ്പിനെ സസ്പെൻഡ് ചെയ്യണോ ഒന്നും പറയാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ ഭയങ്കര കുഴഞ്ഞു കിടക്കുക. നോക്കൂ, ഒരു എന്താ പറയാ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ പറഞ്ഞൊരു മറുപടിയാണ് പാമ്പിനെ കടിച്ചുകൊണ്ട് പാമ്പിനെ ചവിട്ടിയോണ്ട് തിരിച്ച് കടിച്ചതാണ്. അല്ലാതെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ പാമ്പ് കയറിയതിന് അതൊരു നിരുത്തരവാദപരമായ പരിപാടിയാണ്. അവിടേക്ക് അങ്ങനെ കയറാൻ പാടില്ല. കയറാത്ത വിധത്തിൽ അവിടെ ബന്ദോബസ്ത് ഉണ്ടായില്ല, അവിടെ ക്ലീനിങ് ഉണ്ടായില്ല, അവിടെ അടച്ചുറപ്പുണ്ടായില്ല. ഇതൊന്നല്ല വിഷയം, അതൊന്നല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്, എങ്ങനെ അതിലേക്ക് കയറി. അങ്ങനെയാണെങ്കിൽ അവിടെ ചുറ്റുപാടും വൃത്തിയില്ലായ്മയുണ്ട്. അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പാമ്പ് കയറാൻ പറ്റുന്ന വിധത്തിൽ അവിടെ വെന്റിലേഷൻസ് ഉണ്ട്, അതൊന്നും നേരം പോലെ ക്ലോസ്ഡ് ആയിരുന്നില്ല. ഇങ്ങനത്തെ പല വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് പറഞ്ഞൊരു മറുപടി പാമ്പ് കയറിയതിനല്ല, ആ കയറിയ പാമ്പിനെ ചവിട്ടിയതിനാണ് കുറ്റം. 1 മാസം തികയുന്നുള്ളൂ ഈ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറിയിട്ട്. അപ്പോഴേക്ക് എന്തോരം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത് നിങ്ങൾ അറിയാവോ? എന്തോരം പ്രശ്നങ്ങൾ. ഇന്നലെ ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഒരു മനുഷ്യൻ എന്തോ കിഡ്നി ചികിത്സയുമായിട്ട് വന്നതാണ്, അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്തേ? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഈ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ലേ? ശരിക്ക് വീണ ജോർജ് രാജിവെക്കണ്ടേ? ചേടാ എനിക്ക് തെറ്റ് പറ്റും,
ശരിക്ക് മുരളീധരൻ രാജിവെക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് വീണ ജോർജ് വന്നപ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയി. ഇത് വീണ ജോർജ് രാജിവെക്കണം, വീണ ജോർജ് രാജിവെക്കണം എന്ന് പറയുന്ന വാക്ക് നിരന്തരം നമ്മളിങ്ങനെ കോൺഗ്രസ്സുകാരായി ഇങ്ങനെ കേട്ടിട്ടേ പെട്ടെന്ന് എനിക്ക് വീണ ജോർജ് ആണല്ലോ രാജിവെക്കേണ്ടത് എന്ന് തോന്നിപ്പോയി. അല്ല, വേണ്ടേ? ഈ നിലയ്ക്കാണെങ്കിൽ വീണ ജോർജിനെ രാജിവെക്കേണ്ട സമയം കഴിഞ്ഞ് അന്നാണെങ്കിൽ വീണ ജോർജിനെ രാജിവെപ്പിക്കേണ്ട എത്ര ആക്രോശങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമായിരുന്നു. എന്താ അപ്പം ഒന്നും ഇല്ലാത്തത്? ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പുതിയ ചില സംഭവ വികാസങ്ങൾ എന്നൊന്നും മനസ്സിലാക്കുക എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. കഴിഞ്ഞിട്ടില്ല. ഇവരെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ നിങ്ങൾക്ക് വേണം. ഒരു രൂപരേഖ ഒരു ചാനലിൽ ഒരു യുവതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് തപ്പി നോക്കിയായിരുന്നു. ഇതാ കേട്ടോക്ക്. കേരളത്തിൽ ഭരണം മാറി. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പിൽ എന്ത് ചെറിയ വീഴ്ചയുണ്ടായാലും തെരുവിലിറങ്ങി സമരം ചെയ്യുകയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തവരാണ് ഇന്നത്തെ ഭരണകക്ഷിയായ UDF. എന്നാൽ ആ പുതിയ UDF സർക്കാരിന്റെ മൂക്കിന് താഴെ തലസ്ഥാനത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പോലും വിളിക്കാവുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത കേരളത്തെ ആകെ നാണിപ്പിക്കുന്നതാണ്. റോഡ് അപകടത്തിൽ പരിക്കേറ്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ് 5 ദിവസത്തോളം ജീവൻ രക്ഷിക്കാനുള്ള അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ, അതായത് ICUയിൽ കിടന്ന ഒരു മനുഷ്യന്റെ കാലിലാണ് പുഴുവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28-ന് വാഹനാപകടത്തിൽ പരിക്കേറ്റ കൊല്ലം ഇത് സംഭവിച്ചതാണ്. ഇതിനെതിരെ ഭീകരമായ പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് ചില ചാനലുകൾക്ക് ഇതൊരു നോർമൽ സംഭവമാണ്. ഇതെങ്ങനെ നോർമൽ ആവുന്നേ? എൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ ഞാൻ പറയാം. ഒന്നുകിൽ ഇതൊരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രിസംഷനാണ്, അല്ലെങ്കിൽ എൻ്റെ തോട്ടാണ്. എന്തായാലും വിചാരിച്ചോളൂ. ഞാനിത് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പ്രശ്നമില്ലേ, ആരോഗ്യ വകുപ്പിൻ്റെ ഈ അനാസ്ഥ, ഡോക്ടർമാർ മുഴുവൻ വളരെ പെട്ടെന്നുണ്ട് അലമ്പായി മാറിയോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ ആളുകളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി എന്തുമാവാം, ഇനി വേണമെങ്കിൽ ഓപ്പറേഷനൊക്കെ കൈക്കൂലി വാങ്ങിക്കാം എന്ന് പറയുന്ന ഒരു അപാരമായ ഹാപ്പിനെസ്സിലേക്ക് ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ള സംശയം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ സ്ലോലി വിത്തിൻ 6 months നമ്മുടെ ഈ ഒരു പൊതു ആരോഗ്യ രംഗം തകരും, അല്ലെങ്കിൽ തകർക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജിലായിക്കോട്ടെ, നമ്മുടെ സാധാരണ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ടെ മരുന്ന് കിട്ടാതെ വരും. ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മരുന്നിന് പൈസ കൊടുത്തിട്ടില്ല, അതിന് പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്തിനു പറയുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അങ്ങനത്തെ ചില ഡയലോഗുകളൊക്കെ പറയുന്നത്? കേൾക്കൂ. നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടും 50,000 രൂപ. ഇതവിടെ കിടക്കട്ടെ. അന്നാ ബാക്കി വെച്ചാൽ 3,000 രൂപ കൊടുത്തിട്ട് പോയിരുന്നില്ലേ? അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റാണ് കേരളത്തിൽ. 2,893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടുന്ന ഏജൻസിയാണ്, കൊടുത്തില്ല. അപ്പൊ ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ട്രഷറി ബാലൻസ്. മനസ്സിലായോ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രഷറിയുടെ കണ്ടില്ലേ, മരുന്നിന്റെ ഒരു കാര്യം പറയണ്ടല്ലോ. സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? എവിടെ സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. 3,000 രൂപ കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSL കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. നോക്കൂ, ഇതിനൊന്നും പറ്റുന്നില്ല. നോക്കൂ, മരുന്നിന്റെ പൈസ കൊടുക്കാനുണ്ട്, എന്താ പറയാ, ദളിത് വിദ്യാർത്ഥികളുടെ എന്താ പറയാ അതിന്റെ ഗഡു കൊടുക്കാനുണ്ട്, ഇവിടുത്തെ സപ്ലൈകൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെന്ന് പറയുന്ന ആ ഒരാള് വിശ്വാസത്തോടു കൂടി അവിടേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നിങ്ങൾ കൊടുക്കണമെന്ന് ഇത്രയും കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ഒരു മന്ത്രി വന്നിരുന്ന് ഇതുപോലെ സങ്കടം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ധനമന്ത്രിയാവട്ടെ, മുഖ്യമന്ത്രിയാവട്ടെ, ഒരു സങ്കടം ഇങ്ങനെ ഇത് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നോക്ക്, അവിടെ പൈസ കൊടുത്തിട്ടില്ല, ഇവിടെ പൈസ കൊടുത്തില്ല, പാൽക്കാരന് കൊടുത്തിട്ടില്ല, അയ്യോ മിൽമയ്ക്ക് കൊടുത്തിട്ടില്ല, പച്ചക്കറി കടയിൽ കൊടുത്തിട്ടില്ല, ഇറച്ചിക്കടയിൽ കൊടുത്തിട്ടില്ല എന്നീ പറയുന്ന സങ്കട വർത്തമാനങ്ങൾ, പരിദേവനങ്ങൾ നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കേട്ടിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. പൂക്കിച്ചിരി മാത്രം പോരാ, പ്രവർത്തനം വേണം. പൂക്കിച്ചിരി കൊണ്ട് നമുക്ക് 5 വർഷം തള്ളി നീക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വേണമെങ്കിൽ ഒരാൾ ഗംഭീരമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ എഴുത്ത് ഞാൻ എവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ്. ഈ ഒരാളെന്ന് പറയുന്നത് റിഷാദ് റാവുത്തറാണ്. റിഷാദ് റാവുത്തർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചോദ്യം ചോദിക്കുമ്പോൾ പൂക്കിച്ചിരിയിരിക്കുന്നതും ക്ഷീരദിനാശംസകൾ നേരുന്നതും മിടുക്കാണെന്ന് കരുതരുത്.
5 വർഷം എന്തു താണ്ഡവത്തിനും ജനം അനുമതി നൽകിക്കോളും എന്ന വിചാരമുണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കണം. തീർച്ചയായും അത്യാവശ്യം ബോധമുള്ള ജനതയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ പിണറായി വിജയനെ തിരികെ കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുന്ന കാലം വരും. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ കാര്യത്തിലേക്ക്, അങ്ങനെ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കും ആരോഗ്യ രംഗങ്ങളിലേക്കും ഇപ്പൊ തന്നെ മരുന്നിന് കൊടുക്കാനുണ്ട് പൈസ, ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനില്ല എന്നൊക്കെ ഇവന്മാർ പറഞ്ഞു കളയും. അത് അവര് കൊടുക്കാതെ പോയി ഞങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞു കളയും. അങ്ങനെ പറഞ്ഞു കളയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നടക്കുക, അവിടെ ചികിത്സ കിട്ടാതാവുമ്പോൾ ആളുകൾ മുഴുവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ചേക്കേറും. അങ്ങനെയാണെങ്കിൽ ഡീൽ ഓക്കെയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് ഇവർക്ക് ഡീലുണ്ട് എന്ന് പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടാ? എന്തൊക്കെയായാലും പരിദേവനങ്ങളും സങ്കടം പറച്ചിലുകൾ മാത്രമാവുന്ന ഒരു സമയത്തേക്ക് നമ്മൾ എത്തുന്നു. കഴിഞ്ഞ 10 വർഷം നമ്മൾ സങ്കടം പറച്ചിൽ കേട്ടിട്ടില്ല. നമ്മൾ പ്രളയത്തിൽ അകപ്പെട്ട് ആകെ മുങ്ങിക്കിടന്നപ്പോഴും, നമ്മൾ കൊറോണ കൊണ്ട് കുടുങ്ങിക്കിടന്നപ്പോഴും, ആ ഒരു വയനാടുകാരെ ഒരു ഗ്രാമം മുഴുവൻ കരഞ്ഞപ്പോഴും നമ്മൾ കരയുകയോ സങ്കടം പറയുകയോ അയ്യോ ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ലേ എന്ന് വേവലാതിപ്പെടുകയല്ല ചെയ്തത്. അതിന് വഴി കണ്ടെത്തലാണ്. അങ്ങനെ ക്രൈസിസ് മുമ്പിലേക്ക് വരുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള വഴി കണ്ടെത്തുകയും അതിനെ നേർവഴിക്ക് നയിക്കലുമാണ് ഒരു നേതാവിൻ്റെ ചുമതല, ഒരു നേതാവിൻ്റെ ആർജവം എന്ന് പറയുന്നത്. അങ്ങനെ ആർജവമുള്ളൊരു നേതാവിൻ്റെ പേരായിരുന്നു പിണറായി വിജയൻ. ആ ഒരു ധൈര്യത്തെ, ആ ഒരു നെഞ്ചുറപ്പിനെയാണ് ആളുകൾ ധാർഷ്ട്യം എന്നൊക്കെ വിളിച്ചത്. ആയിക്കോട്ടെ, അതേപോലൊരു ധാർഷ്ട്യത്തിലേക്ക് വി.ഡി. സതീശൻ മേനോൻ എത്തിയിട്ടില്ലെങ്കിൽ കേരളം പുറകോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബൈ. എന്ന് വെച്ച് കഴിഞ്ഞാലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അതിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. സങ്കടം പറച്ചിലല്ല വേണ്ടത്. ബൈ.